നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിനുള്ള പണം, സ്നേഹം, സന്തോഷം, ഫ്രീഡം ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ സക്സസ്ഫുൾ ആയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടി നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആദ്യം തന്നെ നിങ്ങളിങ്ങനെ ഒന്ന് ഇമാജിനേഷൻ ചെയ്ത് നോക്കൂ. അതായത് നിങ്ങൾക്ക് ഒരു ഹിൽ ക്ലൈംബിംഗ്, പർവ്വതാരോഹണം അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കട്ടെ. ഏതോ ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നിയതാണ്. ഒരുപാട് സമയം അതിനെക്കുറിച്ച് ചിന്തിച്ചു, കുറേ സമയമെടുത്ത് പ്രിപ്പയർ ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം പാക്ക് ചെയ്തു, വെള്ളം പാക്ക് ചെയ്തു, നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ, പണം, ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രസ്, സോക്സ്, കോട്ട് എല്ലാം നിങ്ങൾ പാക്ക് ചെയ്തു. എന്നാൽ ഇത്രയൊക്കെ തയ്യാറായെങ്കിലും നിങ്ങൾ എന്തിനാണ് ഈ പർവ്വതാരോഹണത്തിന് പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല. നിങ്ങൾ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് അല്ല. വാസ്തവത്തിൽ നിങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല എന്നിരിക്കട്ടെ. അങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ നിങ്ങൾ സെയിം ട്രാവൽ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് അന്വേഷിക്കും. അപ്പോൾ അവർ പറയും, പിന്നെ അത് നല്ല രസമല്ലേ, ഒന്ന് പോയി നോക്കൂ, അതിൻ്റെ മുകളിൽ പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു മോട്ടിവേഷനും തരും. അങ്ങനെ എല്ലാവരുടെയും കൂടെ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോവാം, നിങ്ങളെല്ലാവരും പോയാൽ കൊള്ളാമെന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ അവിടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ക്ലൈംബിങ്ങിന് പോകുന്നു. അങ്ങനെ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞ് നിങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് വളരെയധികം ദൂരം യാത്ര ചെയ്ത് കാൽനടയായിട്ട് പോലും നടന്നു പോയി വളരെ ബുദ്ധിമുട്ടി മല കയറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ ഒരുപാട് സമയം അതിനു വേണ്ടി ചെലവാക്കുന്നു. പിന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അതിനു വേണ്ടി സഹിക്കുന്നു. നിങ്ങളുടെ ശരീരവും വളരെയധികം ടയേർഡ് ആകുന്നുണ്ട്. എന്നാലും നിങ്ങൾ എന്തായാലും തീരുമാനിച്ചതല്ലേ എന്ന് പറഞ്ഞ് അത് കയറി പോവുകയാണെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ എത്തിച്ചേർന്നു. അങ്ങനെ പർവ്വതത്തിന്റെ മുകളിൽ എത്തിയ ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ആ വ്യൂ ഒന്ന് കാണാൻ വേണ്ടി നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നല്ലപോലെ നോക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണെന്നിരിക്കട്ടെ, ഇത് കാണാനാണോ ഞാൻ ഇപ്പൊ ഇത്രയും സമയം ചെലവഴിച്ചിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്? ഇതല്ല ശരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഇതല്ല എനിക്ക് കാണേണ്ടത് എന്നൊക്കെ അവിടെ ഒന്ന് തോന്നുകയാണെന്നിരിക്കട്ടെ. ഇതിനേക്കാൾ മനോഹരമായ ഒരു ട്രിപ്പാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പർവ്വതത്തിന്റെ മുകളിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് അത്ര വലിയ കാര്യമൊന്നും അല്ല എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുകയാണ്, ഇതിനേക്കാളൊക്കെ മനോഹരമായ ഏത് സ്ഥലമാണ് കാണാനുള്ളത് എന്നുള്ളത്. നിങ്ങൾ ഇതിനു മുമ്പും ഫോണിൽ പലതും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളത് കാരണത്താൽ ഫോണിൽ ഒരു സജഷൻ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അത് വളരെ മനോഹരമായ ഒരു ബീച്ചിനെ കുറിച്ചിട്ടാണ് ആ ഫോണിൽ കാണിക്കുന്നത്. അത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അധികം ആരും ചെന്നെത്താത്ത അതിമനോഹരമായ ഒരു ബീച്ചിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഇത് കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട്, സോ ഇതായിരുന്നു ഞാൻ ശരിക്കും പോകേണ്ട സ്ഥലം. ഞാൻ എൻ്റെ ടൈം, മണി, എനർജി എല്ലാം നോക്കി വേസ്റ്റ് ആക്കാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ശരിക്കും അവിടെയാണ് പോകേണ്ടത്. ശരി, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിൽ മാറ്റം വന്നിരിക്കുകയാണ്. ഞാൻ മൗണ്ടൻ ക്ലൈംബിംഗ് അല്ല ശരിക്കും ഇഷ്ടപ്പെടുന്നത്, ബീച്ച് കാണുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കിലോമീറ്ററുകൾ ആദ്യം നിങ്ങളുടെ വീട്ടിലെത്താൻ വേണ്ടി തന്നെ സഞ്ചരിക്കണം. പിന്നെ അവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരുപാട് സഞ്ചരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾക്ക് ഒരുപാട് ടൈം, എനർജി, മണി എല്ലാം തന്നെ ചെലവാകും. ഇപ്പം നിങ്ങൾ ആ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഫുഡ്, ഡ്രസ്, മെഡിസിൻ അങ്ങനെ പലതും കയ്യിൽ കരുതിയല്ലോ. അതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത സെൽഫ് ഡിസിപ്ലിൻസ് ആണ്. നിങ്ങളൊരു മൗണ്ടൻ കാണാൻ പോകുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഒരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ശരി, എന്ത് കാര്യത്തിലാണെങ്കിലും ശരി, നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ഒരുപാട് സെൽഫ് ഡിസിപ്ലിൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾ ആ മൗണ്ടനിലേക്ക് പോയി, പക്ഷെ അത് ഇഷ്ടമായോ ഇല്ലയോ, പക്ഷെ നിങ്ങളെ സർവൈവ് ചെയ്യാൻ അതാണ് സഹായിച്ചത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഡെസ്റ്റിനേഷൻ തെറ്റാണെങ്കിലും ശരി, നിങ്ങൾ തിരഞ്ഞെടുത്ത പാർട്ട്ണർ തെറ്റിപ്പോയെങ്കിലും, നിങ്ങൾ തിരഞ്ഞെടുത്ത കരിയർ തെറ്റിപ്പോയെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് സെൽഫ് അവെയർ ആയിരിക്കണം. ഇതാണ് പോയിന്റ് നമ്പർ 1, സെൽഫ് അവെയർനെസ്. നിങ്ങളുടെ ചോയ്സ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ച് സെൽഫ് അവെയർ ആയിരിക്കണം. നിങ്ങൾക്ക് എന്തും ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ചൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു ഡിസിഷൻ എടുക്കാം. അല്ലായെങ്കിൽ വൺസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമെങ്കിലും നിങ്ങളുടെ ഡിസിഷൻസിനെ സംശയിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഒരു സെൽഫ് അവെയർനെസ്സോടു കൂടി മാത്രമേ, ഒരു വീണ്ടും വിചാരത്തോടു കൂടി മാത്രമേ നമ്മൾ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കാവൂ. കാരണം റിട്ടേൺ ജേണി പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ടൊന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ജീവിതത്തിലെ മേജർ ഡിസിഷൻസ് എടുക്കാൻ. രണ്ടാമത്തെ ഹാബിറ്റാണ് ടേക്ക് ആക്ഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തായി മാറണമെങ്കിലും ശരി, നിങ്ങൾക്ക് ചിന്ത മാത്രം പോരാ, പ്ലാൻ മാത്രം പോരാ, ആക്ഷൻ വേണം. നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണ്, പരസ്പരം ഡിസ്കസ് ചെയ്യുകയാണ്, സ്വപ്നം കാണുകയാണ്. ഇത് കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ എത്ര കാലം ചെയ്തുകൊണ്ടിരുന്നാലും ഒരിക്കലും നിങ്ങൾ ഒരു ചെറിയ ബിസിനസിന്റെ ഓണർ പോലും ആവില്ല. ഇതെല്ലാം സങ്കല്പത്തിൽ മാത്രം നടന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിന് പകരമായി നിങ്ങൾ ചെയ്യേണ്ടത് വലിയ കാര്യങ്ങൾ സ്വപ്നം കണ്ട് മാത്രം ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയൊരു കാര്യമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നതാണ്. നിങ്ങൾ തുടങ്ങുമ്പോൾ ഒരു സ്മാൾ സ്കെയിലിൽ ആരംഭിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനെ നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും.
ഇനി നിങ്ങൾ തുടങ്ങുന്നത് ഇംപെർഫെക്റ്റ് ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, പിന്നീട് നമുക്കതിനെ പെർഫെക്റ്റ് ആക്കുവാൻ പറ്റും. കാരണം നിങ്ങളൊരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോട്ടിവേഷൻ ഉണ്ടാകുള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ പ്രോഗ്രസ് ആകണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുവാനും സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഇൻവെസ്റ്റിംഗ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത്, ഒരു പുസ്തകം പർച്ചേസ് ചെയ്യുന്നത്, ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ നല്ലൊരു കോച്ചിന്റെ അണ്ടറിൽ ട്രെയിനിങ് നേടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന ക്യാഷ് ഉണ്ടല്ലോ, അത് വാസ്തവത്തിൽ നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന ക്യാഷാണ്. നിങ്ങൾക്കറിയാമോ, ജീവിതത്തിൽ നല്ലപോലെ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ ജീവിതം നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. അവരുടെ ജീവിതത്തിൽ അവരെ ഗൈഡ് ചെയ്യുവാൻ ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു ടീം തന്നെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതായത് നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും ശരി, അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല. കാരണം അതിലൂടെ നിങ്ങൾ അതിന്റെ 100 മടങ്ങായിരിക്കും തിരിച്ചു നേടിയെടുക്കുക. ഒരു ഉദാഹരണം പറയാം. രാവിലെ നേരത്തെ ഉണർന്ന് നല്ല രീതിയിൽ ഒരു ഡേ സെറ്റ് ചെയ്തെടുക്കുക. ഏർലി മോർണിംഗിൽ തന്നെ നമ്മുടെ ഒരു ഡേയിലേക്കുള്ള ഫുൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ഡേയും നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 365 ദിവസങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെലവാക്കിയിരിക്കുന്നു എന്നുള്ളത്. മാത്രമല്ല അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ ഓരോ ദിവസത്തെയും ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങളെ ഏറ്റവും സഹായിക്കുന്ന കാര്യം, ഒന്ന്, നിങ്ങൾ വേക്കപ്പ് ചെയ്ത ഉടനെ എന്ത് ചെയ്യുന്നു എന്നുള്ളതും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതുമാണ്. എന്തുകൊണ്ടെന്നറിയുമോ, ഈ 2 ടൈമിൽ, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും ഉണർന്ന ഉടനെയും നിങ്ങളുടെ ഉപബോധ മനസ്സ് വളരെയധികം ആക്റ്റീവായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മോർണിംഗ് ഹൈലി പോസിറ്റീവായിട്ട് ആരംഭിക്കാനും നിങ്ങളുടെ നൈറ്റ് വളരെ പോസിറ്റീവായിട്ട് ഷട്ട് ഡൗൺ ചെയ്യുവാനും സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം. എന്നാൽ നമ്മൾ രാവിലെ കൂടുതൽ നേരം കിടന്നുറങ്ങാനും ഇനി ഉണർന്നാൽ തന്നെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാനും രാത്രി കിടന്നുറങ്ങുന്ന സമയം വരെയും ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാനൊക്കെയാണ് നമ്മുടെ മനസ്സ് നമ്മളോട് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഇത്തരം ശീലങ്ങളിൽ നിന്ന് നിങ്ങളെ മുക്തമാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് വരുന്നത്. അതിനിപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. കേരള നോഫാപ്പ് കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ ഫാസ്റ്റ് റീബൂട്ട് എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലെ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് രാവിലെ 4:30-നും രാത്രി 8:30-നും നിങ്ങളെ പോസിറ്റീവാക്കി മാറ്റുന്നതിനുള്ള ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. രാവിലെയും രാത്രിയും അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നേരം നിങ്ങൾ ഈ ഹൈലി പോസിറ്റീവായിട്ടുള്ള ലൈവ് സെഷനിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏർലി മോർണിംഗ് നൈറ്റും പോസിറ്റീവായി മാറും. അതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ പോസിറ്റീവായിട്ട് മാറും. ഫാസ്റ്റ് റീബൂട്ട് എന്ന ഈ കോഴ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഈ ഒരു സെഷൻ മാത്രമായിട്ട്, ഈ രാവിലത്തെയും രാത്രിയിലെയും ലൈവ് സെഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തുറന്നു തരുന്നുണ്ട്. ഈ ഹൈലി മോട്ടിവേഷൻ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും അതിനുള്ള ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായി വായിച്ച ശേഷം അതിൽ പറയുന്ന ഗൈഡൻസ് ഫോളോ ചെയ്യുക. അടുത്ത പോയിന്റ് ആണ് ഗെറ്റ് എ മെന്റർ. നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് സമയാസമയങ്ങളിൽ തരുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഫിസിക്കലായിട്ട് തന്നെ വേണമെന്നില്ല, ഓൺലൈനിലായാലും മതി. നിങ്ങളോടൊപ്പം എപ്പോഴും ഒരു മെന്റർ ഉണ്ടായിരിക്കുക. അതായത് നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ദൗർബല്യങ്ങളും നിങ്ങളുടെ ശക്തികളും എല്ലാം അറിയുന്ന ഒരാൾ, നിങ്ങളെ എങ്ങനെയൊക്കെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരാൾ. ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ വേറെ ഒന്നും വേണ്ട. എന്താണ് ഒരു മെന്ററുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോകുന്നത് അപരിചിതമായ പാതകളിലൂടെയാണ്. നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴേക്കും നിങ്ങളുടെ ഒരുപാട് സമയം വേസ്റ്റ് ആകും. എന്നാൽ നിങ്ങളെ അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ ഗൈഡ് ചെയ്യാൻ ഒരു മെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലൈഫിലെ സുപ്രധാനമായ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആകും. അപ്പോൾ ഒരു മെന്റർക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും പ്രശ്നമില്ല. എന്തുകൊണ്ടെന്നാൽ മണി നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ടൈം വൺസ് നഷ്ടപ്പെട്ടാൽ പിന്നെ അത് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മണി സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഗൈഡ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്തും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരു മെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സക്സസിന്റെ പാതയിലാണെന്നുള്ളത് ഉറപ്പുവരുത്താം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, കേരള നോഫാപ്പ് കമ്മ്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫാസ്റ്റ് റീബൂട്ട് കോഴ്സിനെ കുറിച്ച്. ഇതിനകത്ത് നിങ്ങൾക്ക് മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. നോഫാപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഇത്തരം മെന്റേഴ്സ് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഫാസ്റ്റ് റീബൂട്ട് കോഴ്സിൽ നിങ്ങൾ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് റെഗുലറായിട്ട് ഏർലി മോർണിംഗിലും നൈറ്റിലും നിങ്ങൾക്ക് മോട്ടിവേഷൻ ലഭിക്കുന്ന ലൈവ് സെഷൻസ്, എക്സ്പേർട്സ് ലൈനപ്പ് എന്ന പേരിൽ വീക്കിലി 2-3 തവണ നിങ്ങൾക്ക് എക്സ്പേർട്ടുകളുടെ ലൈവ് മോട്ടിവേഷൻ വെബിനാറുകളിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒരു വിമൺ മെന്റർ ഉണ്ടായിരിക്കും, പേഴ്സണൽ ട്രെയിനർ സപ്പോർട്ട് ഉണ്ടായിരിക്കും.
ഹെൽത്ത് എക്സ്പേർട്ടുകളുടെ അഡ്വൈസസ് ലഭിക്കും, ഒരുപാട് അറിവുകൾ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് ഹോളിക്സ് എന്ന ഓഡിയോ ബുക്കുകൾ പഠിച്ച് റെഫർ ചെയ്യുന്ന ഒരു ടീമിൽ അംഗമാകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാൻ വേണ്ടി nopmocommunity.com എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും നോക്കൂ, അവിടെ നൽകുന്ന ഗൈഡൻസ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഇത്തരത്തിലുള്ള മെന്റേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അതുപോലെ നിങ്ങളുടെ സെൽഫ് പ്രോഗ്രസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ബാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെലവാക്കുന്നതെല്ലാം തന്നെ നിങ്ങൾ ചെലവാക്കി തീർന്നു പോകും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസിന് വേണ്ടി ചെലവാക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ എറേഴ്സിലൂടെ പോയിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യില്ല, എനർജി വേസ്റ്റ് ചെയ്യില്ല, ലൈഫ് സ്പോയിൽ ചെയ്യില്ല. മറ്റൊന്ന്, നിങ്ങളുടെ സ്കില്ലുകൾ, ഗുഡ് ഹാബിറ്റ്സ്, പേഴ്സണാലിറ്റി ഇതെല്ലാം ഡെവലപ്പ് ആവുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും എത്രയോ മടങ്ങ് തീവ്രതയോടുകൂടെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സെൽഫ് പ്രോഗ്രസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് സക്സസ്ഫുള്ളായി മാറുവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും ഈ കാര്യം നമ്മൾ ഓർമ്മിക്കണം, നമ്മളുടെ സമയവും എനർജിയും സേവ് ചെയ്യാൻ വേണ്ടി മണി ചെലവാക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം പണം നമുക്ക് തിരിച്ചു നേടിയെടുക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ സമയം നമുക്ക് തിരിച്ചു നേടാൻ കഴിയില്ല. അഞ്ചാമത്തെ പോയിന്റാണ് ലിസണിങ്. നിങ്ങൾ വളരെ ഫേമസ് ആയ ചില പുസ്തകങ്ങൾ വായിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഫേമസ് ആയ ചില ആളുകളുടെ കൂടെ ഡിസ്കസുകൾ നടത്തുകയോ അവരുടെ ഇന്റർവ്യൂസ് കാണുകയോ മറ്റോ ചെയ്യുമായിരിക്കാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, റാൻഡമായിട്ട് നിങ്ങൾ ഒരുപാട് ആശയങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. എന്നിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുന്ന, അതിലേക്ക് ആഡ് ചെയ്യാവുന്ന ബുക്സ്, അതിലേക്ക് ആഡ് ചെയ്യാവുന്ന ഇൻഫർമേഷൻ മാത്രമേ നിങ്ങൾ കളക്ട് ചെയ്യാവൂ. മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, മൾട്ടിപ്പിൾ ഡയറക്ഷൻസിലുള്ള ആശയങ്ങൾ ഇതെല്ലാം കൂടെ നിങ്ങൾ ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ തേടുന്ന കാര്യങ്ങൾ, അറിവുകൾ ആർജിക്കുന്ന കാര്യത്തിൽ ഒരു ഡയറക്ഷൻ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ പോകരുത്. ആറാമത്തെ ഹാബിറ്റാണ്, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ മേലെ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, ഇതുപോലെയുള്ള പല കാര്യങ്ങളും പലരും ആരംഭിക്കുന്നുണ്ട്. പക്ഷേ കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഇടയിൽ വെച്ച് അവർ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പല കാരണങ്ങളും ഉണ്ടാകുമായിരിക്കാം. ഒന്നുകിൽ നിങ്ങളുടെ പരിശ്രമം സമൂഹത്തിന് ആവശ്യമില്ലാത്തൊരു കാര്യത്തിൻ്റെ മേലെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ പ്രോഗ്രസ് കൊണ്ടുവരുന്ന കാര്യത്തിൽ, നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയധികം അറിവില്ലായ്മ കാണിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങളെ പ്രോഗ്രസീവായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നിങ്ങളുടെ അവതരണ ശൈലി, നിങ്ങളുടെ കണ്ടന്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ടെക്നിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം മടി കാരണമായിരിക്കാം. ഇങ്ങനെ എന്തെല്ലാം കാരണത്താലാണെങ്കിലും ശരി, നിങ്ങളൊരു കാര്യം തുടങ്ങി വെക്കുകയും കുറേ കാലം അതിൻ്റെ മേലെ അധ്വാനിക്കുകയും പിന്നീട് അത് നിർത്തിവെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എത്ര എനർജി, നിങ്ങളുടെ എത്ര ടൈം വേസ്റ്റായി പോകുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളൊരു പ്രോസസ്സിനെ അവിശ്വസിക്കരുത്. ഒരു പ്രോസസ്സിൻ്റെ മേലെ വിശ്വാസം ഉണ്ടായിരിക്കണം. ഒറ്റ കാര്യം, നിങ്ങൾ അതിൻ്റെ പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഓരോ കാര്യം ചെയ്യുവാൻ അതിനൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഉണ്ടായിരിക്കും. ആ സിസ്റ്റമാറ്റിക് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക, അത് അറിവുള്ളവരോട് ചോദിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യത്തിൽ ഒരുപാട് സമയവും എനർജിയും ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ പകുതി വഴിയിൽ അത് ഇട്ട് പോകുമ്പോൾ നിങ്ങളുടെ വർഷങ്ങൾ ചിലപ്പോൾ നഷ്ടമായിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അതിന് വേണ്ട നോളജ് നിങ്ങൾ തീർച്ചയായിട്ടും ഗ്യാദർ ചെയ്യണം. എന്നിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളൊരു സിസ്റ്റമാറ്റിക് വേയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ തീരുമാനിച്ച വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക തന്നെ ഇല്ല, നിങ്ങൾ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിരിക്കും കാണുക. നിങ്ങൾ ഇത് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വിജയിക്കുവാനുള്ളൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് എടുക്കുക. നിങ്ങൾക്കിതിൽ ആപ്ലിക്കബിളായി തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്ത് നോക്കൂ. സക്സസ് നിങ്ങളെ തേടിയെത്തും. ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.